മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണീയം 16-ാമത്തെ ദശകത്തിൽ 2ഉം 3ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ആദ്യത്തെ ശ്ലോകം: മൂർത്തിർഹി ധർമ്മഗൃഹിണീ സുഷുവേ ഭവന്തം നാരായണം നരസഹം മഹിതാനുഭാവം യജ്ജന്മനി പ്രമുദിതാ കൃതതുര്യഘോഷാ പുഷ്പോൽക്കരൻ പ്രഭവൃഷുർനുനു സുരൗഘാ. ദക്ഷപ്രജാപതി മനുവിൻ്റെ പുത്രിയായ പ്രസൂതിയെ വിവാഹം കഴിച്ചു. അതിൽ 16 കുട്ടികളുണ്ടായി. 13 പേരെ ധർമ്മദേവന് വിവാഹം കഴിച്ചു കൊടുത്തു. സ്വാഹ എന്നുള്ളതായ പുത്രിയെ അഗ്നിക്കും സ്വധ എന്നുള്ളതായ പുത്രിയെ പിതൃക്കൾക്കും സതീദേവിയെ പരമശിവനും വിവാഹം കഴിച്ചു കൊടുത്തു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇനി ഈ ശ്ലോകത്തിൽ അതിൽ ധർമ്മദേവന് കൊടുത്തതായ 13 വിവാഹം കഴിച്ചു കൊടുത്ത 13 പുത്രിമാരിൽ ഒരു പുത്രിയായ മൂർത്തി എന്നുള്ള പുത്രി, ദക്ഷൻ്റെ പുത്രി മൂർത്തി ധർമ്മദേവൻ്റെ ഭാര്യ. ആ ധർമ്മദേവൻ്റെ ഭാര്യയായ മൂർത്തി 13 പേരിൽ ഒരാൾ മൂർത്തി എന്നാണ് പേര്. ആ മൂർത്തിക്ക് നരനാരായണന്മാരെ, ഭഗവാന്റെ അവതാരങ്ങളായ നരനാരായണന്മാർ പുത്രന്മാരായി ജനിച്ചതാണ് ഇതിൽ പറയണത്. മൂർത്തി ഹി ധർമ്മഗൃഹിണി, ധർമ്മഗൃഹിണി മൂർത്തി, ധർമ്മദേവന്റെ പത്നിയായ അതായ പത്നിയായ മൂർത്തി എന്ന പത്നി. ധർമ്മഗൃഹിണി മൂർത്തി ഹി പ്രസിദ്ധാണ് എന്നുള്ളതാണ്. സുഷുവേ ഭവന്തം, ഭവന്തം സുഷുവേ അങ്ങയെ പ്രസവിച്ചു. സുഷുവേ പ്രസവിച്ചു, ഭവന്തം അങ്ങയെ, ഭവാൻ എന്നുള്ളതിൻ്റെ ദ്വിതീയ ഭവന്തം, ഭവന്തം സുഷുവേ അങ്ങയെ പ്രസവിച്ചു. ആരാണ് അങ്ങ്? എങ്ങനെയായിട്ടാണ്? നാരായണം, നാരായണൻ എന്നുള്ളതായ അങ്ങയെ. നാരായണൻ മാത്രമല്ല, ഒറ്റയ്ക്കായിരുന്നില്ല, ഇരട്ട കുട്ടികളായിട്ടാണ് പ്രസവിച്ചത് എന്നാണ്. പിന്നെ ആരായിരുന്നു അപ്പോൾ? നരസഖം, നരനോടുകൂടിയ, എന്ന സഖാവോടുകൂടിയ നാരായണനെ പ്രസവിച്ചു. നരനെന്ന സഖാവോടുകൂടിയ നാരായണനെ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ നരനാരായണന്മാരെ, ഭഗവാന്റെ തന്നെ അംശങ്ങളായ നരനാരായണന്മാരെ, നരനെയും നാരായണനെയും മൂർത്തി എന്ന ധർമ്മപത്നി പ്രസവിച്ചു എന്ന്. ധർമ്മഗൃഹിണി മൂർത്തി, ധർമ്മൻ്റെ പത്നിയായ, ധർമ്മദേവൻ്റെ പത്നിയായ മൂർത്തി ഭവന്തം സുഷുവേ അങ്ങയെ പ്രസവിച്ചു. അങ്ങയെ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങയെ രണ്ടും, നരനും നാരായണനും അങ്ങ് തന്നെയാണ്, ഭഗവാൻ തന്നെയാണ് നരനായിട്ടും നാരായണനായിട്ടും ഇരട്ട കുട്ടികളായിട്ട് മൂർത്തിക്ക് ജനിച്ചത്. അങ്ങനെ അതാണ് നാരായണം നരസഖം എന്ന് പറയാൻ കാരണം. നരസഖനായ നാരായണനെ, നരനോടുകൂടിയ നാരായണനെ പ്രസവിച്ചു, രണ്ടുപേരെയും പ്രസവിച്ചു മൂർത്തി എന്ന ധർമ്മദേവൻ്റെ പത്നി. അപ്പോൾ ധർമ്മദേവൻ്റെ പുത്രന്മാരായിട്ടാണ് നരനാരായണന്മാരുടെ ജനനം. മൂർത്തിയുടെയും ധർമ്മദേവൻ്റെയും പുത്രന്മാരായിട്ട് നരനാരായണന്മാർ, ഭഗവാന്റെ അവതാരങ്ങളായ നരനാരായണന്മാർ ജനിച്ചു എന്ന് പ്രസവിച്ചു. ഇനി എങ്ങനെയുള്ളവരായിരുന്നു ഈ നരനും നാരായണനും ഒക്കെ? മഹിതാനുഭാവം, മഹിതമായ അനുഭാവത്തോടു കൂടിയ, അനുഭാവം എന്ന് വെച്ചാൽ ശക്തി, തേജസ് എന്നൊക്കെ അർത്ഥമുണ്ട്. അങ്ങനെയുള്ളതായ മഹിതമായ, പൂജിക്കപ്പെട്ട അനുഭാവത്തോടു കൂടിയ, അതായത് പ്രശസ്തമായ അനുഭാവത്തോടു കൂടിയ, നല്ലപോലെ കേൾവിപ്പെട്ട, വളരെയധികം അവരുടെ ശക്തികൾ വളരെ പ്രസിദ്ധമായിരുന്നു. അങ്ങനെയുള്ളതായ തേജസ്സോടുകൂടിയ, അതിശക്തമായ തേജസ്സോടുകൂടിയ ആ നരനാരായണന്മാരെ മൂർത്തി എന്ന അങ്ങയുടെ പത്നി, ധർമ്മദേവൻ്റെ പത്നി പ്രസവിച്ചു. അങ്ങയുടെ തന്നെ അവതാരങ്ങളായ നരനാരായണന്മാരെ അത്യന്തം മഹിമാവോടുകൂടിയ, മഹിത അനുഭാവം, മഹിതമായ, പൂജ്യമായ, പൂജിക്കപ്പെട്ട, പ്രശസ്തമായ അനുഭാവത്തോടുകൂടിയ, മഹിമയോടുകൂടിയ ഈ നരനാരായണന്മാരെ, നരനോടുകൂടിയ നാരായണനെ പ്രസവിച്ചു. നരനാരായണന്മാരെ പ്രസവിച്ചു എന്നർത്ഥം. ഇനി യജ്ജന്മനി, ആരുടെ ജന്മത്തിലാണോ, ജനിച്ചതായ അവസരത്തിൽ, ഈ നരനാരായണന്മാർ ജനിച്ച സമയത്ത്, യജ്ജന്മനി യാതൊരുവരുടെ ജന്മത്തിൽ, അതായത് ജനിച്ച സമയത്ത്, ജന്മനി ജന്മത്തിൽ, വിഷയത്തിൽ
യജ്ജന്മനി അവർ ജനിച്ചതായ അവസരത്തിൽ പ്രമുദിതാഹ സുരൗഖാഹ പ്രമുദിതാഹ അത്യന്തം സന്തുഷ്ടരായ സന്തുഷ്ടരായ അത്യധികം സന്തുഷ്ടരായ സുരൗഖാഹ ദേവസമൂഹങ്ങൾ. ഓഹം എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞു, അത് കൂട്ടം എന്നുള്ള അർത്ഥത്തിൽ പല പ്രാവശ്യം വന്നു കഴിഞ്ഞു. സുരൗഖാഹ ദേവസമൂഹങ്ങൾ, ദേവന്മാരൊക്കെ കൂടിയിട്ട് എന്തു ചെയ്തു? ഇവര് കൃതതൂര്യഘോഷാഹ തൂര്യഘോഷങ്ങൾ ചെയ്തുകൊണ്ട്, തൂര്യം എന്ന് പറഞ്ഞാൽ വാദ്യോപകരണങ്ങൾ, ചെണ്ട, മദ്ദളം തുടങ്ങിയതായ വിവിധ ദിവ്യങ്ങളായ വാദ്യോപകരണങ്ങൾ, അതാണ് തൂര്യം എന്ന് പറയുന്നത്. തൂര്യങ്ങളുടെ ഘോഷത്തെ ഉണ്ടാക്കിക്കൊണ്ട്, വാദ്യങ്ങളെ എല്ലാം ശബ്ദിപ്പിച്ചുകൊണ്ട്, വാദ്യങ്ങളുടെ ശബ്ദങ്ങളോടുകൂടി, വാദ്യഘോഷങ്ങളെ ചെയ്തുകൊണ്ട്, തൂര്യങ്ങളുടെ ഘോഷത്തെ ചെയ്തുകൊണ്ട്, വാദ്യഘോഷങ്ങൾ ചെയ്തുകൊണ്ട്, പുഷ്പോൽക്കരാൻ പ്രപൗരുഷുഹു പുഷ്പശ്രേഷ്ഠങ്ങളായ പുഷ്പങ്ങളുടെ സമൂഹത്തെ, ഉൽക്കരം സമൂഹം തന്നെ, പുഷ്പസമൂഹങ്ങളെ വർഷിച്ചു. പുഷ്പോൽക്കരാൻ പ്രവവൃഷുഹു പ്രകർഷേണ വർഷിച്ചു, ധാരാളമായിട്ട് പുഷ്പവർഷം ചെയ്തു. ഈ നരനാരായണന്മാർ ജനിച്ചതായ അവസരത്തിൽ ദേവന്മാരൊക്കെ വാദ്യങ്ങളൊക്കെ മുഴക്കി പുഷ്പവൃഷ്ടി ചെയ്തു. പുഷ്പോൽക്കരാൻ ധാരാളം പുഷ്പങ്ങളെ, സമുദ്ധമായ പുഷ്പങ്ങളെ പ്രവർഷിച്ചു, പ്രകർഷേണ വർഷിച്ചു, പുഷ്പവർഷത്തെ ചെയ്തു. പിന്നെയോ നുനൂഹു സ്തുതിക്കുകയും ചെയ്തു. ഭഗവാന്മാരെ, നരനാരായണന്മാരായ ഭഗവാനെ സ്തുതിച്ചു. നുനൂഹു സുരൗഖാഹ ദേവസമൂഹങ്ങൾ ഈ നരനാരായണന്മാർ ജനിച്ചതായ അവസരത്തിൽ വാദ്യഘോഷങ്ങളൊക്കെ മുഴക്കിക്കൊണ്ട്, പുഷ്പവൃഷ്ടി ചൊരിഞ്ഞുകൊണ്ട് അവരെ ഭഗവാനെ, നരനാരായണന്മാരായ ഭഗവാനെ സ്തുതിച്ചു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. പുഷ്പോൽക്കരാൻ പ്രപൗരുഷുഹു നുനുവു സുരൗഖാഹ. അടുത്ത ശ്ലോകം. ദൈത്യം സഹസ്രകവചം കവചൈപരീതം സാഹസ്രവത്സര തപസ്സമരാഭിലവ്യൈഃ പര്യായ നിർമ്മിത തപസ്സമരൗ ഭവന്തൗ ശിഷ്ടൈകകങ്കണമമും ന്യഹതാം സലീലം. ഇനി ഇവര് നരനാരായണന്മാരുടെ അവതാരത്തിൻ്റെ 2 ഉദ്ദേശങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഒന്ന്, ഈ സഹസ്രകവചൻ എന്നുള്ളതായ അസുരനെ വധിക്കുക, ദൈത്യനെ വധിക്കുക എന്നുള്ളത്. ലോകത്തെ മുഴുവൻ ക്ലേശങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതായ സഹസ്രകവചൻ എന്നുള്ളതായ അസുരനെ വധിക്കുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം. പിന്നെ ഒരു ഉദ്ദേശം, ലോകത്തിൽ മോക്ഷത്തിനുള്ളതായ മാർഗം ഉപദേശിച്ചു കൊടുക്കുക, സ്വയം അത് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് സ്വയം ചെയ്ത് കാണിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ ഉപദേശിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ. മോക്ഷധർമ്മം ഉപദേശിച്ചു കൊടുക്കുക എന്നുള്ളത് രണ്ടാമത്തെ ഉദ്ദേശം. അപ്പം അങ്ങനെയല്ല, ആദ്യത്തെ ഉദ്ദേശം ഈ സഹസ്രകവചനെ വധിക്കുക എന്നുള്ളതാണ്. അത് ചെയ്തു എന്നാണ് പറയുന്നത് ഈ ശ്ലോകത്തിൽ. ദൈത്യം സഹസ്രകവചം സഹസ്രകവചനായ ദൈത്യനെ, അസുരനെ, സഹസ്രകവചൻ എന്ന് പറഞ്ഞാൽ 1000 കവചനങ്ങളാണ് ഉള്ളതെന്നാണ്. ഈ അസുരന് 1000 കവചങ്ങളാണ്. അപ്പോൾ ഈ 1000 കവചങ്ങളുള്ള ഒരു അസുരനെ വധിക്കാനായിട്ട് ആർക്കും സാധിക്കാത്തതായുള്ള ഒരു അവസ്ഥയാണ്. ആ വരപ്രാപ്തി കൊണ്ട് ആ കവചങ്ങൾക്ക് വിശേഷമുണ്ട്. ദൈത്യം സഹസ്രകവചം കവചൈഹി പരീതം, കവചങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ട ആളാണ്. ധാരാളം കവചങ്ങളുണ്ട്, അതായത് 1000 കവചങ്ങളുണ്ട് എന്നാണ് പറയണത്. കവചൈഹി പരീതം, കവചങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ട അത്രയധികം 1000 കവചങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരോ കവചവും മുറിക്കണ്ടേ കൊല്ലണം എന്നുണ്ടെങ്കിൽ. ഈ കവചങ്ങളൊക്കെ മുറിച്ചാലേ കൊല്ലാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ കവചൈഹി പരീതം ചുറ്റപ്പെട്ട, കവചൈഹി പരീതം കവചങ്ങളെ കൊണ്ട് ചുറ്റപ്പെട്ടതായ സഹസ്രകവചൻ എന്ന അസുരനെ എന്തു ചെയ്തു? തപസാഭിലവ്യ സാഹസ്രവത്സര സമരാഭിലവ്യൈഹി കവചൈഹി. ആ കവചങ്ങൾക്ക് വിശേഷമുണ്ട്. എന്താണ് വിശേഷം എന്ന് വെച്ചാൽ, സാഹസ്രവത്സര തപസ്സമരാഭിലവ്യൈഹി, അഭിലവ്യങ്ങളാണ് ഈ കവചങ്ങളെ മുറിക്കണം. ലവ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുറിക്കാവുന്നത്, അഭിലവ്യം നേരിട്ട് മുറിക്കാവുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ കവചങ്ങൾ ഭേദിക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, എന്താണ് വേണ്ടത് എന്നാണെങ്കിൽ
സാഹസ്രവത്സര തപസ്സമരാഭിലവ്യൈഹി 1000 കൊല്ലം, സഹസ്രവത്സരം 1000 കൊല്ലത്തോളം ഉള്ളതായ തപസ്, അതുമാതിരി യുദ്ധവും. 1000 കൊല്ലം തപസ് ചെയ്ത് 1000 കൊല്ലം യുദ്ധം ചെയ്താലേ അതിലൊരു കവചം മുറിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളതായ കവചങ്ങൾ 1000 കവചമുണ്ട്. ഈ സഹസ്രകവചൻ എന്നുള്ള അസുരന് ഈ 1000 കവചങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ സഹസ്രകവചൻ എന്നുള്ള പേര് വന്നതും. അപ്പം ഇങ്ങനെ 1000 ഒരു കവചം മുറിക്കണമെന്നുണ്ടെങ്കിൽ 1000 കൊല്ലം തപസ് ചെയ്യണം, 1000 കൊല്ലം യുദ്ധം ചെയ്യും വേണം. അങ്ങനെയുള്ളതായ 1000 കവചങ്ങളെ മുറിച്ചാലേ ഇയാളെ കൊല്ലാൻ സാധിക്കുള്ളൂ. അപ്പം അങ്ങനെയുള്ളതായ സഹസ്രവത്സര തപസ്സമരാഭിലവ്യൈഹി 1000 കൊല്ലത്തോളം ഉള്ളതായ തപസ്സുകൊണ്ടും യുദ്ധം കൊണ്ടും സമരം കൊണ്ടും അഭിലവ്യങ്ങളായ മുറിക്കത്തക്കതായ കവചൈഹി കവചങ്ങളാൽ പരീതനായ ചുറ്റപ്പെട്ടതായ സഹസ്രകവചൻ എന്നുള്ള അസുരനെ, ദൈത്യനെ എങ്ങനെയാണ് കൊന്നത് എന്ന് പറയാണ്. പര്യായ നിർമ്മിത സമരവും ഭവന്തൗ നിങ്ങൾ രണ്ടുപേരും, അതായത് നരനും നാരായണനും, ഭവാൻ ഭവന്തൗ ദ്വിവചനം. നിങ്ങൾ രണ്ടുപേരും നരനാരായണന്മാർ പര്യായ നിർമ്മിത തപസ്സമരവും, പര്യായമായിട്ട് ഓൾട്ടർനേറ്റീവായിട്ട് ഒരാളുടെ കഴിഞ്ഞാൽ ഒരാൾ, എങ്ങനെ ഒരാൾ തപസ് ചെയ്യണ സമയത്ത് മറ്റേ ആൾ യുദ്ധം ചെയ്യും, മറ്റേ ആൾ തപസ് ചെയ്യുമ്പോൾ ഇയാൾ യുദ്ധം ചെയ്യും. അങ്ങനെ മാറിയിട്ട് 1000 കൊല്ലം തപസ് ചെയ്യണം, 1000 കൊല്ലം യുദ്ധം ചെയ്യണം. അങ്ങനെ ആയാലേ ഒരു കവചം മുറിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഇവർ രണ്ടുപേരും മാറി പര്യായേണ ഒരാൾ തപസ് ചെയ്യുന്ന അവസരത്തിൽ മറ്റേ ആൾ യുദ്ധം ചെയ്യും, മറ്റേ ആൾ തപസ് ചെയ്യുന്ന അവസരത്തിൽ ഇയാൾ യുദ്ധം ചെയ്യും. അങ്ങനെ പര്യായം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായ തപസ്സുകൊണ്ടും സമരം കൊണ്ടും പര്യായ നിർമ്മിത തപസ്സമരവും ചെയ്തുകൊണ്ട് പര്യായമായി തപസ്സിനെയും സമരത്തെയും ചെയ്തുകൊണ്ട് ഭവന്തൗ നിങ്ങൾ പര്യായേണ എന്നുവെച്ചാൽ മാറിയിട്ട് മാറി ഉണ്ടാക്കിയതായ ചെയ്തതായ സമരം, തപസ് എന്നിവ കൊണ്ട് ഭവന്തൗ നിങ്ങൾ രണ്ടുപേരും ശിഷ്ടൈക കങ്കടമൊന്നും. അപ്പം അങ്ങനെ ഓരോന്നും ഓരോരോ കവചവും മുറിച്ച് കഴിഞ്ഞിട്ട് ഒടുക്കം ഒരു കവചം മാത്രം ബാക്കിയായി. ശിഷ്ടൈക കങ്കടം, ഒരു കവചം മാത്രം. കങ്കടം വെച്ചാൽ കവചം തന്നെ. ശിഷ്ടൈക കങ്കടം, ഒരു കങ്കടം മാത്രം അവസാനിച്ചതായ അവനെ. ശിഷ്ട ഏക കങ്കടം, ഒരു കവചം മാത്രം അവസാനിച്ചതായ ആ അസുരനെ, ശിഷ്ടൈക കങ്കടം അമും ഇവനെ, അതായത് ഈ ദൈത്യനെ, സഹസ്രകവചൻ എന്ന ദൈത്യനെ അമും ന്യഹതാം സലീലം, പിന്നെ ബുദ്ധിമുട്ടില്ലാതെ കൊണ്ട് കൊന്നു എന്നാണ്. സലീലം ലീലയാ, വളരെ എളുപ്പത്തിൽ, പ്രയാസം കൂടാതെ നിഷ്പ്രയാസം ന്യഹതാം നിങ്ങൾ വധിച്ചു. നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട്, അതായത് ഒരാൾ തപസ് ചെയ്ത് മറ്റേയാൾ യുദ്ധം ചെയ്ത്, അങ്ങനെ ഒരു കവചം മാത്രം അവസാനിച്ചതായ ആ അസുരനെ ന്യഹതാം, അവിടെയും ദ്വിവചനാണ്, രണ്ടുപേരായത്, നരനാരായണന്മാർ രണ്ടുപേരായതുകൊണ്ടാണ് അങ്ങനെ ദ്വിവചനം പ്രയോഗിച്ചത്. അപ്പം അങ്ങനെ ന്യഹതാം സലീലം, നിങ്ങൾ രണ്ടുപേരും അവനെ നിഷ്പ്രയാസം കൊന്നു എന്നാണ്. നിഷ്പ്രയാസം വെച്ചാൽ ആദ്യത്തെ ഇതൊക്കെ ഉണ്ട്. 1000 കൊല്ലം തപസ് ചെയ്ത് 1000 കൊല്ലം യുദ്ധം ചെയ്തിട്ട് ഒരു കവചം വീതം മുറിച്ച്, അങ്ങനെ ഓരോരോ കവചമായിട്ട് മുറിച്ച് 1999 കവചങ്ങൾ മുറിച്ചതിന് ശേഷം ഒരു കവചം മാത്രം ബാക്കിയായി. അപ്പോൾ പിന്നെ വിഷമമില്ലാതെ കണ്ട് നിങ്ങൾ രണ്ടുപേരും അവനെ വധിച്ചു എന്ന് രണ്ടാമത്തെ ശ്ലോകത്തിന് അർത്ഥം. ശിഷ്ടമായ ഏകകങ്കടത്തോടു കൂടിയ, കങ്കടം കവചം തന്നെ, ശിഷ്ടമായ ഏകകങ്കടത്തോ ശേഷിച്ച ഒരു കവചം മാത്രമുള്ള അമും ഇവനെ, ഈ അസുരനെ, സലീലം ന്യഹതാം, സലീലമായി ലീലയായിട്ട് പ്രയാസം കൂടാതെ കണ്ട് ന്യഹതാം നിങ്ങൾ വധിച്ചു. ഭവന്തൗ ദ്വിതീയാണ്, ദ്വിവചനാണ്. അതുമാതിരി ന്യഹതാം എന്നും ദ്വിവചനം. അപ്പോൾ അതാണ് ഈ സഹസ്രകവചൻ എന്നുള്ളതായ അസുരനെ വധിച്ചതായിട്ടാണ് ഈ മൂന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. അതായത് ഈ ദശകത്തിലെ 3-ാമത്തെ ശ്ലോകത്തിൽ ആ സഹസ്രകവചനെ വധിക്കണതായിട്ടാണ് പറഞ്ഞത്. സ്വതേ ഈ നാരായണീയം എന്നുള്ളത് ഭാഗവതത്തിൻ്റെ ചുരുക്കമാണെന്നുണ്ടെങ്കിലും ഈ സഹസ്രകവചനെ വധിക്കണതായിട്ട് നാരായണീയത്തിൽ ഭാഗവതത്തിൽ ആ കഥ പറയണില്ല. എങ്കിലും അവിടെ ഭാരതാദികളിലൊക്കെ ഉള്ളതായിട്ടുള്ള കഥയാണ്. ഇവിടെ
സൂചിപ്പിച്ചത്. ഈ സഹസ്രകവചനെ വധിക്കുന്നതും കൂടി ഉണ്ടായിട്ടുണ്ടല്ലോ, ഭാഗവത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും അത് പറയണല്ലോ എന്ന് വിചാരിച്ച് ഒരു ശ്ലോകം കൊണ്ട് അത് സംഗ്രഹിച്ച് പറഞ്ഞിരിക്കുകയാണ് ഭട്ടതിരിപ്പാട്. മൂർത്തിർഹി ധർമ്മഗൃഹിണീ സുഷുവേ ഭവന്തം നാരായണം നരസഖം മഹിതാനുഭാവം യജ്ജന്മനി പ്രമുദിതാ കൃതതൂര്യഘോഷാ പുഷ്പോൽക്കരൻ പ്രഭവൃഷുർനുനോസുരൗഘാ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ധർമ്മന്റെ ദാരമഥമൂർത്തിയിലായി ജനിച്ചു നാരായണൻ നരനുമായി ഭവദംശദിവ്യർ. ആഹ്ലാദമേറി തവ ജന്മമറിഞ്ഞു ദേവർ വാദ്യങ്ങളും സ്തുതിയുമായി സുമവർഷമേകി. ദൈത്യം സഹസ്രകവചം കവചൈ പരീതം സാഹസ്രവത്സര തപസ്സമരാഭിലവ്യൈ പര്യായ നിർമ്മിത തപസ്സമരൗ ഭവന്തൗ ചിഷ്ടൈകകങ്കടമമും ന്യഹതം സലീലം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. വർഷങ്ങളായിരതപം രണവും നടത്തിയിട്ടുഴത്തിലായിരമതാം കവചം ഭവാന്മാർ. ദൈത്യൻ സഹസ്രകവചന്റെ മുറിച്ചു സർവം ഒന്നായ ബാക്കിയതു വെട്ടിവധിച്ചു. പിന്നെ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.